എനിക്ക് തോന്നുന്നു സ്മൃതി മന്ദാന ആയിരിക്കും നല്ലപോലെ പെർഫോം ചെയ്യാൻ ചാൻസ് കാണുന്നത്. കാരണം ഇതിനു മുമ്പേ സെമിയിൽ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഔട്ടായി പോയി. പക്ഷെ എന്നിരുന്നാലും വിമർശനങ്ങൾക്ക് വായടപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. ഇന്നിപ്പോ ഇന്ത്യ ഫൈനലിൽ കയറിയതോടുകൂടി ജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ആരാധകർ. എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം 3 മണി ആവാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ജമീമ അതുപോലെ തന്നെ സ്മൃതി മന്ദാന എല്ലാവരും അപാര ഫോമിലാണ്. ബാറ്റിംഗ് ടീമും അതുപോലെ തന്നെ ബോളർ ടീമും ഒക്കെ വലിയ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ജയം ഉറപ്പാണ്. 2 തവണ ഫൈനലിൽ എത്തിയതിനു ശേഷം പരാജയപ്പെട്ടായിരുന്നു. 3-ാം തവണയാണ് ഇന്ത്യൻ ടീം ഫൈനലിൽ എത്തുന്നത്. ഇത്തവണ എന്തായാലും ജയിക്കും, കപ്പടിക്കും എന്ന് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കളി കാണാൻ നിൽക്കുന്ന കുറെ പേര്. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത്. എന്താണ് ഇന്നത്തെ പ്രതീക്ഷകൾ? നമ്മളെല്ലാവരും ആവശ്യത്തിലാണ്. അപ്പോൾ ഇന്ത്യ കപ്പ് ഉയർത്തണം. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ഇന്നത്തെ രാത്രി നമ്മളെല്ലാരും കൂടി ഒരു പ്ലാൻ ചെയ്ത് കളി ഭയങ്കര ആവേശം. അപ്പൊ ലാസ്റ്റ് കളിത്തെ നമ്മളെ സെമി ഫൈനല് ആ കളി ഇപ്പോഴും റോമാഞ്ചാണ്. കാരണം ഫുള്ളായിട്ട് ഇരുന്ന് കണ്ട നമ്മൾ പണ്ടൊന്നും ആരും വുമൻസ് കളിയൊന്നും അത്ര കാണില്ല. പക്ഷേ ഈ സെമി കണ്ടതോടെ എല്ലാവരും ആവേശത്തിലാണ്. വുമൻസിനെ ഇതാക്കാനും ആ ഒരു ജെമ്മി റോഡ്രിഗസിന്റെ ഇന്നിങ്സ്, ഹർമീത് കൗറും അവർ തമ്മിൽ ആ പാർട്ണർഷിപ്പ് ഒരു രക്ഷയില്ലാത്ത പാർട്ണർഷിപ്പിന് അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയല്ല റിച്ച ഘോഷ് ആണെങ്കിലും ദീപാണ് എല്ലാവരും അടിച്ച് കളിച്ച്. ഇപ്പോൾ ഏറ്റവും എല്ലാവരും ഒന്നിനൊന്നും വെച്ചാണ്. ജമീമ ആണെങ്കിലും സ്മൃതി മന്ദാനാണെങ്കിലും എല്ലാവരും ആരാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുക ഫൈനലിൽ? എനിക്ക് തോന്നുന്നു സ്മൃതി മന്ദാന ആയിരിക്കും നല്ലപോലെ പെർഫോം ചെയ്യാൻ ചാൻസ് കാണുന്നത്. കാരണം ഇതിനു മുമ്പേ സെമിയിൽ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഔട്ടായി പോയി. പക്ഷെ എന്നിരുന്നാലും വിമർശനങ്ങൾക്ക് വായടപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. ദക്ഷിണാഫ്രിക്കയാണ് എതിരാളി. ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ ഒന്ന് തോൽപ്പിച്ചതാണ്. അല്ല, അത് നോക്കണ്ട, നമ്മള് ഓസ്ട്രേലിയ ഇന്ത്യനെ തോൽപ്പിച്ചാണ്. പക്ഷെ ഓസ്ട്രേലിയനെ അതെന്റെ ആ രീതിയിൽ പൊട്ടിച്ചതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇന്ത്യ കൺഫേം ആണ്. ഓസ്ട്രേലിയ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് രണ്ടിനെയും തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അത് വലിയ ആവേശം നൽകുന്നുണ്ട്. എന്തായാലും എല്ലാ പോരായ്മകളും പരിഹരിച്ച ഒരു ഫുൾ ടീം സെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നല്ലൊരു റെക്കോർഡ് വിന്നിംഗ് ബൂസ്റ്റിംഗ് കൊടുത്ത ആ ഒരു പെർഫോമൻസ് ഇന്ത്യയിലെ എല്ലാ കളിക്കാരെയും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഒരു ICC വുമൻസ് വേൾഡ് കപ്പ് ഇന്ത്യ ഇന്ന് അടിക്കും. ഇന്ന് ആഘോഷത്തിന്റെ രാത്രികളായിരിക്കും ഇന്ത്യക്കാരുടെ ആഗ്രഹം അല്ലേ? തീർച്ചയായും. അതായത് 3 തവണ ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 2 തവണയും പരാജയപ്പെടായിരുന്നു. എന്തായാലും 1-ൽ പിഴച്ചാൽ 3. അങ്ങനെയാണ് എല്ലാവരും ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ക്രിക്കറ്റ് ആരാധകർ. ഇതിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗ്രൗണ്ടിൽ കൂടിയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. പക്ഷേ കേരളം മുഴുവൻ ഈ ജയം കാണാൻ കാത്തിരിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ജിജീഷിനൊപ്പം ടി അനീസ് അലി, മീഡിയ 1 കോഴിക്കോട്.